With exactly a week to go for the Paris Olympics, a lot of topics have been under discussion, including controversies. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിലും നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 2024 ഒളിമ്പിക്സിൽ ആദ്യമായി ഒരു ചിൽഡ്രൻസ് നഴ്സറി. മുൻ ഒളിമ്പിക് ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലീറ്റും ഓൺട്രപ്രനറുമായ ആലിസൺ ഫീലിക്സിന്റെ നേതൃത്വത്തിലാണ് ഒളിമ്പിക് വില്ലേജിൽ ആദ്യമായി ഒളിമ്പിക് അത്ലീറ്റ്സിന്റെ കുട്ടികളെ പരിചരിക്കുന്നതിനായി ഒരു നഴ്സറി സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. Olympic athletes often end up spending weeks or even months away from their families practicing for the Olympics. തനിക്കുണ്ടായതുപോലെ ഇനി വരും കാലങ്ങളിലെങ്കിലും ഒളിമ്പിക് ഫീമെയിൽ അത്ലീറ്റ്സിന് തന്റെ പ്രൊഫഷനും മദർഹുഡും തമ്മിൽ ഒരു കാര്യം മാത്രം ചൂസ് ചെയ്യേണ്ടി വരുന്ന ധർമ്മസങ്കടം ഉണ്ടാവാതിരിക്കാനാണ് ഇത്തരത്തിൽ ഒരു ഇനീഷ്യേറ്റീവ് താൻ ഒരുക്കിയതെന്നാണ് ഫീലിക്സ് പറയുന്നത്. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് മാൻ എന്നറിയപ്പെടുന്ന ഉസൈൻ ബോൾട്ടിന്റെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ റെക്കോർഡ് തകർത്ത ഒരു അത്ലീറ്റ് കൂടിയാണ് ആലിസൺ ഫീലിക്സ്. ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് പൊതുസ്ഥലങ്ങളിലും ജോലി സ്ഥാപനങ്ങളിലും ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ്സിൽ പറയാം.